ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല തിരക്കുള്ള പണിയാണ്. ഇപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന വർക്കെന്ന് വെച്ചാൽ ഇതിപ്പം 2-3-4 ദിവസം കൊണ്ട് ചെയ്തൊരു വർക്കാണ്. ഈ കാളത്തല വരയ്ക്കുക എന്ന് പറഞ്ഞൊരു വർക്കിലാണ്. ഇതായത് നമ്മുടെ ഒരു കൂട്ടുകാരനൊരു ശില്പിയുണ്ട്, ഫൈനാൻസൊക്കെ പഠിച്ചതാണ്. കൂട്ടുകാരൻ്റെ പേര് സുരേഷ് ശിവ എന്നാണ്. അവൻ്റെ പണിയാണ് ഈ കാളത്തല ക്ഷേത്രശില്പങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അവനൊരു കഴിഞ്ഞ തവണത്തെ സീസൺ ആയപ്പോൾ തന്നെ ഒന്ന് ഹെൽപ്പിന് വിളിച്ചായിരുന്നേ. അപ്പോൾ ഈ പ്രാവശ്യം തൊട്ട് അവൻ പറഞ്ഞ് നീ തന്നെ വരച്ചോളൂ എന്ന് പറഞ്ഞ് വിശ്വാസപൂർവ്വം എനിക്ക് ചെയ്യാൻ തന്ന കാളത്തലകളായിരുന്നു ഈ 2 എണ്ണം. ഇതേപോലെ തന്നെ ഇത് നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒരു 4 തലയോടെ വരയ്ക്കാൻ തരാമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഉറപ്പിന് മേലെ ഞാൻ ആദ്യമെല്ലാം പേപ്പറെല്ലാം പിടിച്ച് ഒരു കോട്ട് വള്ളയടിച്ചിട്ട് അതിൻ്റെ പുറത്ത് ആഭരണങ്ങൾക്കും ബാക്കിയുള്ള രൂപങ്ങൾക്കും എല്ലാം ഓരോരോ കളർ ഇങ്ങനെ ബേസ് കോട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ശ്രമകരമായ പണിയാണിത്. വളരെ സൂക്ഷിച്ചിട്ട് അടിക്കണം. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ കുറച്ച് സ്പീഡിൽ ചെയ്യും. ഞാനിത് 2ാമത്തെ തവണ ചെയ്യുന്നതുകൊണ്ട് എനിക്കത്ര സ്പീഡില്ല. എന്നാലും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി എടുത്തിട്ട് ചെയ്യുന്ന വർക്കാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക രസമാണ്. അപ്പം അവൻ്റെ തന്നെ 2 വർക്ക്ഷോപ്പുണ്ട്. അതിൽ ആദ്യത്തെ വർക്ക്ഷോപ്പിലാണ് ഇത് സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. ഈ ഒരു ബെഞ്ചിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ട് അതിൻ്റെ താഴെ ഇരുന്നിട്ട് വേണം വരയ്ക്കാൻ. അപ്പോൾ കുറേ നേരം ഇരിക്കുമ്പോൾ നല്ല ശരീരവേദനയാണ്. ഇന്നിപ്പോൾ ഇത്രയൊക്കെ ചെയ്തു. അതിനുശേഷം നാളെ കാണാമെന്നാണ് ഞാൻ പറയുന്നത്. വ്യത്യാസം അവനിപ്പോൾ പുതിയതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാളകളാണ്. അവിടെ വേറെ 2 കാള അവിടെ ഇരിക്കുന്ന കണ്ടോ, അത് പെയിൻറ്റ് ചെയ്യാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ആ കാളയുടെ മോഡലാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതവൻ വേറൊരു അമ്പലത്തിലേക്ക് ചെയ്തു വെച്ചൊരു ശില്പമാണ്. ഒരു പല്ലക്കിലേക്ക് നടക്കുന്ന ഒരു കുട്ടി കാളയുടെ ശില്പമാണ്. അത് ഏകദേശം ചെയ്ത് ഫിനിഷാകാറായി. ഇതേപോലെ ഇവൻ്റെ വർക്ക്ഷോപ്പിൽ എവിടെ നോക്കിയാലും ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത് അവൻ്റെ ഒരു സഹായിയാണ് സുരേഷ്. ഓരോരോ രൂപങ്ങൾ ഓരോരുത്തർ അമ്പലത്തിന് മുമ്പിൽ വെക്കുന്നതും നടക്കി വെക്കുന്നതായിട്ടുള്ള രൂപങ്ങൾ അവനെ കൊണ്ട് കൊത്തിക്കുന്നത്, അതിൻ്റെ ഒരു രൂപമാണ് അവിടെ വന്നത്. ഞാൻ ബേസിൻ്റെ പുറത്ത് ലൈൻ ഇടാൻ തുടങ്ങി റെഡ് കൊണ്ട്. അപ്പോൾ തന്നെ ഒരു ഗെറ്റപ്പ് വന്ന കണ്ടോ. ഇത് ഓരോ ആഭരണത്തിന് ഇങ്ങനെ ബോർഡർ ലൈൻ ഇടണം. വളരെ ശ്രമകരമായ പണിയാണെന്ന് പറഞ്ഞില്ലേ. ഇത് നല്ല ബ്രഷ് ഹോൾഡ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് നേരെയുള്ള ലൈനല്ലല്ലോ, എല്ലാം വളഞ്ഞും പുളഞ്ഞും ഒക്കെ ഉള്ള ലൈനാണ്. അപ്പോൾ വേറെ അടിച്ചു വെച്ച പെയിൻറ്റിൻ്റെ അവിടെ ഒന്നും തൊടാനും പറ്റത്തില്ല, ഉണങ്ങാത്തത് കൊണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ കുറച്ച് റിസ്ക്കാണ്. കുറച്ച് പ്രാക്ടീസ് ആയി കഴിയുമ്പോഴത്തേക്ക് മാറും. എന്തായാലും എന്നെക്കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യുകയാണ്. എന്താ ആ കൊമ്പിൻ്റെ ഭാഗത്തൊക്കെ ചെയ്യാൻ നല്ല സ്ട്രെയിനുണ്ട്. ഒന്നാമത് ഈ ഷേപ്പിൽ വെച്ചേക്കുന്നതുകൊണ്ടാണ് എനിക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ട്. കഴിഞ്ഞ പ്രാവശ്യം കുത്തിച്ചാരി വെച്ചേക്കുന്നതുകൊണ്ട് കുറച്ച് ഈസി ആയിരുന്നു വരയ്ക്കാനൊക്കെ. പക്ഷേ ഈ തവണ എല്ലാ ഭാഗങ്ങളും ചെയ്യണമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു പൊസിഷനിൽ വെച്ചത്. ഇപ്പം ഇത് സ്ഥിരം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് കണ്ട അവർക്ക് പുച്ഛമോ ദേഷ്യമൊക്കെ തോന്നാൻ ചാൻസ് ഉണ്ട്. നമുക്കും ഒരു തൊഴിൽ പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അത് വീഡിയോ ആയിട്ട് എടുത്ത് നിങ്ങളെ ഒന്ന് കാണിക്കാതെ. കാരണം നമ്മൾ പലരും ഇതെങ്ങനെ പെയിൻറ്റ് ചെയ്യുന്നതെന്ന് കണ്ടിട്ടുണ്ടാകത്തില്ലല്ലോ. ഇപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഇതവൻ്റെ വർക്ക്ഷോപ്പാണ്. ആ ഇരുന്ന് പണിയുന്നതാണ് സുരേഷ് ശിവ, ആർട്ടിസ്റ്റ് സുരേഷ് ശിവ. ഇത് ആ കാളയുടെ ഏകദേശം ഫിനിഷിങ് സ്റ്റേജിലോട്ടായിട്ടുണ്ട്. അപ്പോൾ അവർ തകൃതിയായിട്ട് പണി നടക്കുകയാണ്. ഇനി 2 ആഴ്ചയും കൂടെ ഉള്ളൂ ശിവരാത്രിക്കാണ് സാധാരണ ഞങ്ങളുടെ ഈ ഓണാട്ടുകര ഭാഗത്തുനിന്നും ഈ കാള കെട്ട് എന്ന് പറഞ്ഞ ചടങ്ങുണ്ടായിരിക്കുന്നത്. ഞാൻ ഏകദേശമൊക്കെ ലൈൻ വരച്ച് കഴിയാറായി. ഇനി അതിൻ്റെ മുഖം ചെയ്യണം, കൊമ്പ് അടിക്കണം, അങ്ങനെ ചില്ലറ മിനുക്കുപടികൾ കൂടിയുള്ള. എങ്കിലും 2 ആഴ്ച ഉള്ളതുകൊണ്ട് മൊത്തം പണി ഞാൻ ചെയ്ത് തീർക്കത്തില്ല. അത്യാവശ്യം പിന്നെ ഇത് കൊടുക്കുന്നതിൻ്റെ തലേദിവസമോ 2 ദിവസം മുമ്പേ ബാക്കി ഫിനിഷിങ് പണികളോട്ട് കടക്കത്തുള്ളൂ. ഏകദേശം ഒരു 90% പണി പൂർത്തിയാക്കി വെക്കും. അപ്പം അന്നേരം ഇതിൻ്റെ കണ്ണൊക്കെ വരയ്ക്കത്തുള്ളൂ. അപ്പോൾ അതിന് മുമ്പുള്ളൊരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തീർന്ന മുറയ്ക്ക് നിങ്ങൾക്ക് കാണാം. കണ്ട, ഇതിപ്പോൾ കൊമ്പ് അടിച്ചു വച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ വായും പല്ലും ഒക്കെ ഒന്ന് വരച്ചെടുക്കുക. അതിന് താഴെ ഇരുന്നിട്ട് കിടന്നിട്ടൊക്കെയാണ് ഞാൻ വരയ്ക്കുന്നത്. ഇതാണ് ഇപ്പം ഫിനിഷിങ് സ്റ്റേജിന് മുമ്പുള്ള ഒരു സ്റ്റെപ്പ്. ഇനി കണ്ണും വരയ്ക്കണം. ഓരോ ലൈനിൻ്റെയും സൈഡിൽ ഡോട്ട് ഇടാനുണ്ട്. പിന്നെ കൊമ്പിൽ കുറേ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്ക് ഡണ്ണാണ്. ഞാൻ പറഞ്ഞില്ലേ 90% പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു ദിവസം കൂടെ ഇതിൻ്റെ പുറത്ത് ഇരുന്ന് വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ വീഡിയോ
കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെയുള്ള ഒരുപാട് വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. ഇച്ചിരി ശ്രമകരമായിട്ടുള്ള നിങ്ങൾ കണ്ടിട്ടില്ലാത്ത വീഡിയോ എടുക്കാനാണ് എനിക്ക് താമസം. അതാണ് എൻ്റെ വീഡിയോയ്ക്ക് ഇത്ര താമസിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹായ് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു. താങ്ക് യു സോ മച്ച്.